ആദ്യം കേൾക്കുമ്പോൾ ഒരു നുണ അല്ലെങ്കിൽ കള്ളം എന്ന് തോന്നുകയും പക്ഷെ സ്ഥിരമായി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കുകയും ചെയ്യുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ് എബ്രഹാം ഹിക്സിന്റെ 17 സെക്കൻഡ് റൂൾ. വെറും 17 സെക്കൻഡ് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു മാജിക്കൽ സിദ്ധാന്തമാണത്. ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളെ നമ്മൾ സയന്റിഫിക് ആയി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നതിന്റെ സ്പീഡ് നമുക്ക് മാക്സിമം കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഇതിന്റെയൊക്കെ ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ടെക്നിക്സ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാര്യം ഞാനും പണ്ട് 17 സെക്കൻഡ് റൂളൊക്കെ ചെയ്യുമായിരുന്നു, ഗുണമൊന്നുമില്ല. പക്ഷെ പിന്നാണ് ഞാൻ റെറ്റിക്കുലാർ ആക്ടിവേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ബ്രെയിനിന്റെ ഒരു കമ്പോണന്റിനെ പറ്റി പഠിക്കുന്നതും ആ ശാസ്ത്രീയ തത്വം ഉപയോഗിച്ച് 17 സെക്കൻഡ് റൂൾ ഫോളോ ചെയ്തതിനു ശേഷമാണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നതിന്റെ സ്പീഡ് കൂടിയത്. എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഇന്നോവ ഹൈക്രോസ് കാർ എടുക്കണം എന്നുള്ളത്. അതും EMI ഇല്ലാതെ ഫുൾ പേയ്മെന്റ് കൊടുത്ത് തന്നെ എടുക്കണമെന്നുള്ള ഒരു വാശി, തീവ്രമായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഈ 17 സെക്കൻഡ് റൂൾ ഉപയോഗിച്ചാണ് അതെനിക്ക് സാധ്യമായത്. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സിദ്ധാന്തത്തെ പറ്റിയുള്ള കൂടുതൽ റിസർച്ച് നടത്താനും എനിക്ക് ഈ ഒരു 17 സെക്കൻഡ് റൂൾ ഉപയോഗിച്ച് സാധിച്ചിട്ടുണ്ട്. പല പല ടെക്നിക്സും ഞാൻ തിരിച്ചറിഞ്ഞതും ഇതിന് ശേഷമാണ്. സോ സ്പീഡിന് നിങ്ങൾക്ക് റിസൾട്ട് വേണമെങ്കിൽ ഇതിന്റെ ശാസ്ത്രീയമായ വശം കൂടെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യണം. അതാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കട്ടയ്ക്ക് നിങ്ങൾ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. നമ്മുടെ വാട്സാപ്പ് കുടുംബാംഗങ്ങളാവാൻ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്താണ് 17 സെക്കൻഡ് റൂൾ? ഞാൻ സിമ്പിൾ ആയി ഒന്ന് പറഞ്ഞു തരാം. അതിനുശേഷം അതിന്റെ പ്രാക്ടീസിന്റെ വശങ്ങളിലേക്ക് നമുക്ക് പോവാം. 17 സെക്കൻഡ് റൂൾ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിൽ 17 സെക്കൻഡ് ആ ചിന്തകൾ ഹോൾഡ് ചെയ്യാൻ പറ്റണം. അത് ആ ലക്ഷ്യം സാക്ഷാത്കരിച്ചതിന് ശേഷമുള്ള നമ്മുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു അഭിമാനം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെന്റ്, അത് ആ ഒരു 17 സെക്കൻഡ് നേരം വളരെ ഷാർപ്പായിട്ട് നമുക്ക് കണ്ണടച്ച് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. കേട്ടപ്പോൾ എന്തൊരു എളുപ്പമല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല പാടാ. തുടക്കത്തിൽ നമുക്ക് 5 സെക്കൻഡ് പോലും പ്രോപ്പർ ആയിട്ട് ഫുൾ ബിലീഫിൽ ഇത് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ 7 സെക്കൻഡ് ആവും, 10 സെക്കൻഡ് ആവും, 17 സെക്കൻഡ് എന്നൊരു മാർക്കിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു വിഷ്വൽ, ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അത് മനസ്സിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതും 100% വിശ്വാസത്തോടെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും. ഈ 17 സെക്കൻഡ് എന്നുള്ളത് ഒരു 4 പ്രാവശ്യം ചെയ്ത് 68 സെക്കൻഡ് വരെ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവിടെയാണ് യഥാർത്ഥ മാജിക് നടക്കുന്നത്. നിങ്ങൾക്ക് ആ ചിന്തകളൊക്കെ ഒരു 68 സെക്കൻഡ് നേരം മനസ്സിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം കേട്ടോ. അത് നടന്നോ നടന്നില്ലയോ എന്ന് ഓരോ മിനിറ്റ് കൂടുമ്പോഴും പോയി ചെക്ക് ചെയ്യാൻ നിൽക്കില്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തതിനു ശേഷം കമന്റ് വന്നോ ലൈക്ക് ഒന്നും ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുമല്ലോ, ആ പരിപാടി ഇവിടെ ചെയ്യരുത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ചെടി നടന്ന പോലെയാണ്. നിങ്ങൾ ആദ്യമേ ആ ഒരു വിത്തിടും, ഡെയിലി കുഴിച്ചു നോക്കോ വിത്ത് മുളച്ചോന്നോ, ഇല്ലല്ലോ, അത് അവിടെ ഇടുക, ലെറ്റ് ഗോ ചെയ്യുക, അത് മുളച്ച് വന്നോളും. അത് പ്രകൃതി നിയമമാണ്. അപ്പൊ എന്താണ് ഇതിന്റെ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട്? ഈ ലോ ഓഫ് അട്രാക്ഷന്റെ മാനിഫെസ്റ്റേഷന്റെ ഒക്കെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ സ്പീഡ് 10 ഇരട്ടിയായിട്ട് കൂടും. റെറ്റിക്കുലാർ ആക്ടിവേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ തലച്ചോറിൽ. ബ്രെയിനിന്റെ കോറിൽ വളരെ ഉള്ളിലായിട്ടിരിക്കുന്ന ഡീപ്പായിട്ട് പ്ലേസ് ചെയ്തൊരു സിസ്റ്റം ആണ്. അതൊരു ഫിൽട്രേഷൻ മെക്കാനിസം ആണ്. നമ്മുടെ ചുറ്റും മൊത്തം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ നേരത്തെ പറഞ്ഞത് 17 സെക്കൻഡ് 48 സെക്കൻഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തെ പറ്റി മാത്രം വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഈ ഫിൽട്രേഷൻ സിസ്റ്റം വർക്കൗട്ട് ആവും. അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. അപ്പൊ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് എത്താനുള്ള വാതിലുകൾ നമ്മുടെ തലച്ചോറ് നമ്മുടെ മുമ്പിൽ തുറന്നു തരും. അതുപോലെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മൾ തീവ്രമായ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു, ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പഠിക്കുന്നു. അപ്പൊ നമ്മുടെ തലച്ചോറിൽ ന്യൂറോൺസ് പുതിയ പുതിയ നെറ്റ്വർക്ക് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. ന്യൂറോൺസ് ദാറ്റ് ഫയേഴ്സ് ടുഗദർ വയേഴ്സ് ടുഗദർ എന്നൊക്കെ പറയുന്ന ഫിലോസഫീസ് ഉണ്ട്. നമുക്ക് തൽക്കാലം അത്രയും ഡീപ്പായിട്ട് പോകേണ്ട, കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ സർവോപരി ഇതിനൊക്കെ മുകളിലാണ് ഇതിന്റെ ഒരു ഡിവൈൻ എനർജി. യൂണിവേഴ്സിന്റെ ഡിവൈൻ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഈ സയന്റിഫിക് എക്സ്പ്ലനേഷൻസിനൊക്കെ വളരെ മുകളിലാണ്. നിങ്ങൾ എപ്പോഴും വിശ്വസിക്കേണ്ടത് അതിനെയാണ്. പക്ഷെ ശാസ്ത്രവും അറിഞ്ഞിരിക്കണം. ബ്ലാക്ക് ഹോൾസിനെ പറ്റി നമുക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള അറിവില്ല, പക്ഷെ അതൊരു സയന്റിഫിക് റിയാലിറ്റി ആണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. ലോ ഓഫ് അട്രാക്ഷനും അത് തന്നെയാണ്. സോ ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ, ഈ പ്രോസസ് ഒക്കെ നിങ്ങൾക്ക് കുറെ കൂടെ ഫാസ്റ്റ് അപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോസ് എല്ലാം ഷോർട്ട് വീഡിയോസുകളാണ്, വലിയ വലിച്ചു നീട്ടൊക്കെ ഇല്ല. അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായും ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്ന ധാരാളം ടിപ്സ് ആൻഡ് ടെക്നിക്സ് അവിടെ ലഭിക്കും. അവസാനമായി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് മാത്രമാണ്, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ജീവിതത്തിൽ ഒരു 17 സെക്കൻഡ് നിങ്ങളൊന്ന് മാറ്റിവെച്ച് നോക്കുക. നഷ്ടമൊന്നും വരാനില്ലല്ലോ, ചുമ്മാ പരീക്ഷിച്ചോ. ബട്ട് വൺസ് റിസൾട്ട് കിട്ടുന്നത് കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ അതിൽ അഡിക്റ്റഡ് ആയിട്ട് മാറും. തോറ്റു എന്ന് കരുതി നിങ്ങൾ കൈയും കെട്ടി ഇരുന്നിട്ടുണ്ടാവാം. ഒറ്റയ്ക്കാണല്ലോ എന്ന് കരുതി പല രാത്രികളും നിങ്ങൾ കരഞ്ഞു തീർത്തിട്ടുണ്ടാവാം. പക്ഷേ ഈ പ്രോസസ്സിൽ കൂടെ ഒക്കെ പ്രപഞ്ചം നിങ്ങളെ തകർക്കുകയല്ല, ഭാവിയിലെ വലിയൊരു വിജയത്തിന് വേണ്ടി നിങ്ങളെ പരുവപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകും. സോ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിൽ വിൻ എന്ന് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് കൂടെ കുടിക്കും.